കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ബി.ജെ.പി. നേതാവ് എ.പി. അബ്ദുള്ളക്കുട്ടി എത്തിയിട്ട് ഏറെ നാളായി. ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ രംഗപ്രവേശനം. ഡൽഹിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ എതിർക്കുകയും കേരളത്തിൽ വന്ന് പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് ചോദിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇരട്ടത്താപ്പും കപട രാഷ്ട്രീയത്തിന്റെ ഭാഗവുമാണെന്നാണ് അബ്ദുള്ളക്കുട്ടി പറയുന്നത്. തീവ്രവാദവും അഴിമതിയും തുടച്ചു നീക്കാൻ സാക്ഷാൽ ദൈവം അയച്ചു തന്ന വ്യക്തിയാണ് മോദി. അഴിമതിയുടെ കാര്യത്തിൽ ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും. മാസപ്പടിക്കേസിൽ പിണറായി വിജയന്റെ മകളെയും ചോദ്യം ചെയ്യുന്ന കാലം വിദൂരമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ.ഡി.എക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ മത്സര ചിത്രം മാറുകയും എൽ.ഡി.എഫും യു.ഡി.എഫും ആശങ്കയിലാവുകയും ചെയ്തിരുന്നു. എൻ.ഡി.എ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്യുമെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് നേതാവ്. യു.പി.എ സർക്കാരിന്റെ 10 വർഷക്കാലം അഴിമതിയുടേതായിരുന്നുവെങ്കിൽ മോദിയുടെ 10 വർഷക്കാലം രാജ്യത്തിന്റെ അമൃതകാലമായിരുന്നു. ഭരണഘടനയുടെ ശത്രുക്കളാണ് ബി.ജെ.പി. എന്ന പ്രചരണത്തിന് യാതൊരു യുക്തിയുമില്ലാത്തതാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയായ രാജ്യത്തെ ഭരണഘടന ഇല്ലാതാക്കാൻ അംബേദ്കർ വിചാരിച്ചാലും സാധിക്കില്ലെന്ന് മോദി തന്നെ പ്രഖ്യാപിച്ചതാണ്. CAയുടെ കാര്യത്തിൽ പ്രതിപക്ഷം വ്യാജ പ്രചരണം നടത്തുകയാണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 5550 പേർക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകി. ഇതിൽ നിരവധി മുസ്ലിം സമുദായത്തിലുള്ളവരുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിക്ക് 14 വർഷങ്ങൾക്ക് ശേഷം 1.5 വർഷം മുൻപ് പൗരത്വം ലഭിച്ചു. രാജ്യത്തിനെതിരെ രാഹുലും പിണറായിയും അപവാദ പ്രചരണം നടത്തുകയാണ്. ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് നരേന്ദ്രമോദിക്കുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. രാജ്യത്തിന്റെ ഐശ്വര്യമായി നരേന്ദ്രമോദി മാറി. ഭാരതീയൻ എന്നാൽ ലോകത്ത് വലിയ മതിപ്പ് കിട്ടുന്ന സാഹചര്യമാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ബി.ജെ.പിക്കെതിരെ കള്ളപ്രചരണം നടക്കുകയാണ്. ബോണ്ട് വഴി 67% സംഭാവനയും ലഭിച്ചത് പ്രതിപക്ഷ കക്ഷികൾക്കാണ്. ബി.ജെ.പിക്ക് 6000 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. 10,000 കോടി പ്രതിപക്ഷത്തിനാണ് ലഭിച്ചത്. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ സുതാര്യമാക്കാൻ ഉദ്ദേശിച്ച് നടപ്പാക്കിയ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ തുറന്ന ചർച്ചയ്ക്ക് ബി.ജെ.പി. തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഭരണത്തെ പുകഴ്ത്തി തീർന്നില്ല. വികസനക്ഷേമ രംഗത്ത് വലിയ മാറ്റമാണ് കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തുണ്ടായത്. കെ സുധാകരൻ പാർലമെന്ററി രംഗത്ത് പരാജയപ്പെട്ട നേതാവാണ്. വികസന വിരുദ്ധതയാണ് കൈമുതൽ. അടുത്തത് നേതാവിന്റെ ലക്ഷ്യം ഇടതു പാർട്ടിയാണ്. കണ്ണൂരിൽ പ്രായം ചെന്നവരുടെ വീട്ടിൽ ചെന്ന് വോട്ട് ചെയ്യുന്ന സംവിധാനം അട്ടിമറിക്കാൻ CPM ശ്രമിക്കുകയാണെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ വാദം. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രത പാലിക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സ്വന്തം മണ്ഡലമായ അമേഠിയിൽ മത്സരിച്ചാൽ തോൽക്കുമെന്നറിയുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ JP നദ്ദ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDP-യുമായി രാഹുൽ ഗാന്ധി സഖ്യം ചേർന്നത് ജനങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ദേശവിരുദ്ധരുമായാണ് രാഹുലും പാർട്ടിയും സഖ്യം ചേരുന്നത്. രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കാത്തയാളാണ് വയനാട് MP. നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന അദ്ദേഹത്തിന് അഴിമതിക്കാരെ സംരക്ഷിക്കാതിരിക്കാൻ സാധിക്കില്ല. കുടുംബ രാഷ്ട്രീയമാണ് രാഹുൽ നടപ്പിലാക്കുന്നത്. പ്രീണന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ദില്ലിയിൽ CPI നേതാവ് D രാജയുമായി ഒരുമിച്ച് നിന്നാണ് രാഹുൽ ഗാന്ധി പോരാടുന്നത്. കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രാഹുലിനെതിരെ മത്സരിക്കുന്നു. നിലപാടില്ലാത്ത രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിക്കുള്ളതെന്നും നദ്ദ തുറന്നടിച്ചിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുമെന്നത് പച്ചവെള്ളം പോലെ വ്യക്തമാണ്. ഇത് ബി.ജെ.പിക്കും നന്നായിട്ടറിയാം. എന്നാൽ ജനങ്ങൾക്കുള്ളിൽ തീക്കനൽ വാരിയിടുക എന്ന ഒറ്റ ലക്ഷ്യമേ ബി.ജെ.പിക്കുന്നുള്ളൂ. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.